ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് എഴുന്നേക്കാനായിട്ട് നല്ല ലേറ്റായി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ മറ്റേ ഇവൻ്റ് നടത്തിയതിൻ്റെ ക്ഷീണവും പിന്നെ ജിമ്മിൽ ഞാൻ മാത്രമേ പോയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് വർക്കൗട്ട് ചെയ്തതിൻ്റെ ക്ഷീണവും വേറെ ടച്ചും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ രാവിലെ എനിക്കിപ്പോൾ ലേറ്റായി. അപ്പോൾ നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ചാണ്. സോ എന്തായാലും പോയി ലഞ്ച് കഴിക്കാം. സോ ഗൈസ്, നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഫ്രൈഡ് റൈസ് ആണല്ലോ. അപ്പോൾ രണ്ടാൾക്കും ഹാഫ് ഫ്രൈഡ് റൈസ് പറഞ്ഞത് അബി അവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ എന്തായാലും കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ അതേ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ വാഴ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ വാഴ സിനിമ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കാണാതിരിക്കുകയായിരുന്നു. സോ കാണാതിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം നോക്കിയപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. അപ്പം 4:30 ആയപ്പോൾ ജസ്റ്റ് നമുക്ക് വില്ലേജിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പോയി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മമ്മിയുടെ കോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മമ്മിയുടെ കോളായിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ശരി വാ നമുക്ക് വില്ലേജിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അബിനെ വിളിക്കാൻ പോയപ്പോഴാണ് അബി നല്ല ഉറക്കം ഗൈസ്. സോ ഇന്ന് വില്ലേജ് പോലെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇനി ജിമ്മ് പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഗൈസ്. എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് തരണമെന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ വില്ലേജിൽ പോകുമ്പോൾ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ഫ്രൂട്ട് മിക്സ് അടിച്ചിട്ട് വന്നാലോ എന്ന് വിചാരിക്കാം. അതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചറിയാമല്ലോ. സോ എന്തായാലും പോയി ഫ്രൂട്ട് മിക്സ് അടിക്കട്ടെ. അങ്ങനെ പോയി നമ്മൾ ഫ്രൂട്ട് മിക്സ് അടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഴ സിനിമ മുക്കാലെത്തിയിട്ടുള്ളൂ. ബാക്കി എന്തായാലും പോയി കണ്ടതിന് ശേഷം വാഴ സിനിമയുടെ റിവ്യൂ പറയും. ഇന്നത്തെ വ്ളോഗിൽ വേറെ ഒന്നും കാണിക്കാനില്ല. ഇപ്പോൾ സമയം ശരിക്കും 5:20 ആയിട്ടുള്ളൂ കേട്ടോ. 5:20 ആകുമ്പോഴേക്കും ഇവിടെ ഒരു സംഭവം കാണിച്ചത് കേട്ടോ. 5:20 ആകുമ്പോഴേക്കും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് കാണുന്നുണ്ട്. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഞങ്ങൾ നേരത്തെ കാണിച്ചതിടും എന്തുകൊണ്ട് 5:20 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഓൺ ചെയ്യുന്ന എന്താവശ്യം ഉണ്ടായിരുന്നു? ഇവിടെ ആണെങ്കിൽ 6:30 കഴിഞ്ഞിട്ടാണ് ഇരുട്ടായി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഓൺ ചെയ്താൽ അപ്പോൾ എന്തിനാ ഇത്ര നേരത്തെ ഓൺ ചെയ്ത് ആർക്കറിയും. സോ എന്തായാലും പോയി കണ്ടു. അപ്പോൾ അങ്ങനെ വാഴ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ പാരൻസും ഈ സിനിമ ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പാരൻസും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതെല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. സോ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്, ഒന്ന് കാണേണ്ടതാണ്. സോ നമ്മളെ പോലത്തെ ബോയ്സ് എന്ന് മാത്രമല്ല ഗേൾസിലും പലരുടെയും ലൈഫും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ്. എൻ്റെ ലൈഫ് ടോട്ടലി ഇതുപോലെയൊന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതുപോലെയും കഷ്ടപ്പെടുന്ന കുറേ ബോയ്സും ആയാലും ഗേൾസ് ആയാലും ഉണ്ട്. സോ എല്ലാ പാരൻസും ആ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് ഈ ഒരു സിനിമ പാരൻസ് കാണേണ്ടത് വളരെയധികം നല്ലതായിരിക്കും. സോ ഭയങ്കര ഹാർട്ട് ടച്ചിങ് അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ കിട്ടുന്ന സിനിമയാണ്. സോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ടു വാച്ച് ഇറ്റ്. OTTയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതായിരുന്നു നമ്മുടെ വാഴനെ കുറിച്ചുള്ള റിവ്യൂ. സോ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത പരിപാടി ജിമ്മിൽ പോകുന്നതാണ്. സോ എന്തായാലും ജിമ്മിൽ പോട്ടെ. എന്തായാലും ഞങ്ങൾ ആണോ അതോ ഞാൻ മാത്രമാണോ എന്നറിയില്ല. അബി ചായ കുടിക്കാൻ പോയേക്കാം. സോ എന്തായാലും അവൻ വന്നതിന് ശേഷം ചോദിക്കട്ടെ അവൻ ഇന്ന് ഉണ്ടോ എന്നുള്ളത്. സോ എന്തായാലും അപ്പോഴത്തേക്കും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നാളെ ഒരു അടിപൊളി വ്ളോഗായി വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ